ഇവന്മാർക്ക് എന്തുവാടാ എനിക്ക് മനസ്സിലാവുന്നില്ല. ജുഗ്രു അല്ലേ? ആ ജുഗ്രു വന്നത് എന്താ പറഞ്ഞേ? അല്ല ജുഗ്രു ജുഗ്രു എന്താടാ എന്താ ഒന്നിനും പറഞ്ഞോ? കണ്ടീന്നല്ലോടാ? കണ്ടീന്ന് പറഞ്ഞായിരുന്നു. അല്ല എന്തിനാടാ എന്താണ് ഇപ്പൊ എന്താ ഇത്ര പ്രശ്നം? എന്താ പറ്റിയടാ ജുഗ്രു? അല്ല നമ്മൾ ഒരു ചോറിയില്ലല്ലേ? നമ്മളൊരു സിറ്റുവേഷൻ കഴിഞ്ഞ് വരില്ലടാ. എന്തിനാ വെറുതെ? അതാ ഞാൻ പറയണേ. നമ്മളെ വാറിന് പോകാൻ നിക്കാ. നീ എന്താ ഞങ്ങൾ ഇവിടുന്ന് പോരുന്നതിന്റെ ഇടക്ക് നിങ്ങൾ എന്തിനാ വെറുതെ ഫിറ്റ് ചെയ്ത് സിറ്റുവേഷൻ എടുക്കല്? എടാ ഇവിടെ സിറ്റുവേഷൻ ആയേ. ഇവിടെ ടി വി ഫയർ ചെയ്യുന്നു. എടാ ഈ KV ഗ്യാങ് ഹൗസിന്റെ മുമ്പില്. എടാ ഇവന്മാര് ഒരു കാര്യമില്ലടാ. ഇവന്മാര് വെറുതെ വന്ന് ഫിറ്റ് ചെയ്തതാ. ഇത് മറ്റേതിന് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ കരിമീനെല്ലാം പറഞ്ഞില്ലേ, അതിന്റെ ആയിരിക്കും. എടാ സോറി പറഞ്ഞ് വിട്ട കേസിനൊക്കെ ഇവന്മാര് എന്ത് ഊമ്പിയ സിറ്റുവേഷൻ ആണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിൽ വന്നടാ ഗ്യാങ് ഹൗസിന്റെ. പെട്ടെന്ന് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോ? എടാ വാടാ. ടി വി അടിക്കുന്നു. ഒന്ന് വാടാ. ഗ്യാങ് ഹൗസിൽ ആരെങ്കിലും ഉണ്ടാ? അവനേടി ഇതാരി കണ്ടികള് കരക്കണ്ടികള് ഊമ്പിയ സിറ്റുവേഷൻ പിടിക്കുന്ന കണ്ടികള്. ഇതാണോ ഗ്യാങ് വണ്ടി വന്നേ? ഈ ഒരു മൂഞ്ചി അവസ്ഥയിൽ കാണുന്ന എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്നാലും മൂഞ്ചി അവസ്ഥ വരും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു മൂഞ്ചി അവസ്ഥ കാണുന്ന എനിക്കൊരു ഈ മൂഞ്ചി അവസ്ഥ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നല്ലേ? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മാറിയാടാ ഈ സൈഡിൽ നിന്ന് മാറിയാടാ. അവനെ കൊണ്ടൊന്ന് ലെഫ്റ്റോട്ട് പോകണം. രാജുഭായാണോ ഇത്? എന്ത് ചെയ്തില്ലേ? കേട്ടു. അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഒന്നും ഇല്ല. ഞാൻ എന്താ പറയാനാ? ഒരു മനുഷ്യൻ ഒരു വട്ടമല്ലടാ രാജു പട്ടിത്തീട്ടത്തിൽ ചവിട്ടത്തുള്ള. വീണ്ടും അറിഞ്ഞു ഒരു വർഷത്തെ 8 ഗ്യാങ് കയറാനാ വിക്രമൻ. ഒരു വർഷത്തെ 8 ഗ്യാങ്ങിനെ കയറിയുള്ള അവാർഡുള്ള പയ്യൻ. രാജുമതി